പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഹെബ്രായർ 12:15 തിരുവചനം പറയുന്നു, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാം അറിഞ്ഞും അറിയാതെയും പലരോടും വിദ്വേഷം വച്ച് പുലർത്തുന്നവരാണ്. തിരുവചനം പറയുന്നു, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു എന്ന്. നാം അശുദ്ധരായി മാറുമ്പോൾ, അതായത് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ, നമുക്ക് ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കൂടിയേ തീരൂ. 1 തെസ്സലോനിക്ക 4:3 തിരുവചനം പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അപ്പോൾ അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. എങ്ങനെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കും? പാപങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയിൽ വളരാനായിട്ട് സാധിക്കും. പാപങ്ങൾ നമ്മിൽ ഉണ്ട് എന്ന് നാം അംഗീകരിക്കാതിരിക്കുന്നതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നാം എല്ലാം തികഞ്ഞവരാണ്, എന്നിലൊരു കുറവുമില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മിൽ അഹങ്കാരമാണ് മുഴച്ചു നിൽക്കുന്നത്. നാം പാപികളാണ് എന്നൊരു ബോധ്യം വരുമ്പോൾ, നാം അത് അംഗീകരിക്കുമ്പോൾ അനുതപിക്കുവാനും മാനസാന്തരപ്പെടുവാനും നമുക്ക് സാധിക്കും. ഹൃദയത്തിൽ അഹങ്കാരം മാറ്റി എളിമയുടെ തലത്തിലേക്ക് നാം ഇറങ്ങുമ്പോഴാണ് നമുക്ക് അനുതപിക്കുവാൻ മാനസാന്തരപ്പെടുവാനും കഴിയുന്നത്. എളിമയുള്ളവർക്കാണ് ദൈവം കൃപ ചൊരിയുന്നത്. പരിശുദ്ധ അമ്മയിൽ എളിമ ഉണ്ടായതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൈവ കൃപ നിറഞ്ഞവളായത്. പരിശുദ്ധ അമ്മയെ ദൈവദൂതൻ അഭിസംബോധന ചെയ്തത് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് വിദ്വേഷം. നാം അധികം ഗൗരവം കൊടുക്കാത്ത ഒരു കാര്യമാണ് വിദ്വേഷത്തിൻ്റേത്. നാം പലപ്പോഴും പലരോടും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മോട് പറയുക മാത്രമല്ല, നല്ല മാതൃക കാണിച്ചു തരികയും ചെയ്തു. യേശുവിനെ വേദനിപ്പിച്ച നാം ഓരോരുത്തരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുകയും യേശുനാഥൻ പിതാവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തത്. നാം പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരും ഒക്കെയാണ്. ബാഹ്യമായി നമ്മെ കാണുന്നവർ നാം വിശുദ്ധ ജീവിതം നയിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. നമ്മുടെ ഉള്ളിലും നാം വിശുദ്ധിയിൽ ജീവിക്കുന്നു എന്ന ഒരു ചിന്തയിലാണ് നാം എല്ലാവരും നീങ്ങുന്നത്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് അറിയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഹൃദയം അഹങ്കാരം കൊണ്ട് നിറഞ്ഞതാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ നമുക്ക് അല്പം പോലും താല്പര്യമില്ല. പറ്റുമെങ്കിൽ പ്രതികാരം ചെയ്യുവാനുള്ള അവസരവും നാം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നാം ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിക്കൊണ്ട് ക്ഷമിക്കാൻ പറ്റാതെ പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്തയോടെ നിത്യവും പള്ളിയിൽ പോവുകയും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നാം വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ട് യേശുവിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന സത്യം നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവിൻ്റെ മുൻപിൽ നാം അശുദ്ധരായി മാറുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. നാം പാപങ്ങൾ ഉപേക്ഷിച്ച് ഹൃദയശുദ്ധി വരുത്തി യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം ദൈവകൃപയിൽ
വളരുകയും ദൈവകൃപയാൽ നിറയുകയും ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.